വളരെ സങ്കടകരമാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നതാണ്. ഇനി സോളാർ വെച്ചാൽ ലാഭകരമാകണം എന്നില്ല. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോ 5 വർഷം കൂടുമ്പോൾ ഒരു റെഗുലേഷൻ ഇറങ്ങും. ഓക്കെ, അതായത് KCRC എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. ഈ കമ്മീഷൻ ഓരോ റെഗുലേഷൻ ഇറക്കും. ഈ റെഗുലേഷൻ പ്രകാരം മാത്രമേ നമ്മുടെ നാട്ടിൽ നമുക്ക് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ പുതിയതായിട്ടുള്ള റെഗുലേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. സോളാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാളും നെറ്റ് മീറ്ററിംഗ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇബാദുക്ക ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന യൂണിറ്റിന് അതേ പൈസ തന്നെ തിരിച്ചു കിട്ടുന്ന നെറ്റ് മീറ്ററിംഗ് ആണ് നമ്മൾ ഇത്ര നാളും ഫോളോ ചെയ്തിരുന്നത്. ഈ നെറ്റ് മീറ്ററിംഗ് 5 കിലോവാട്ടിന് മേളിലോട്ടുള്ള സിസ്റ്റങ്ങളിൽ മാറാൻ പോവുകയാണ്. അതായത് 5 കിലോവാട്ടിന് മേളിൽ എന്ന് പറയുമ്പോൾ 3 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. 5 കിലോവാട്ട് ചെയ്യുകയാണെങ്കിൽ വിത്ത് ബാറ്ററി ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നെറ്റ് മീറ്ററിംഗ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് മുകളിലോട്ടാണെങ്കിൽ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്ന പുതിയൊരു ബില്ലിംഗ് ഫോർമാറ്റിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതുണ്ടല്ലോ, അതായത് പകൽ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്നത് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണെന്ന് ആലോചിക്കാം. KCB കൊടുക്കുന്നു. അതെ, ഇത്രയും നാളും നമ്മൾ അതിന് തതുല്യമായിട്ടുള്ള യൂണിറ്റ് എടുത്ത് ഉപയോഗിക്കുമായിരുന്നു. ഇനി തൊട്ട് അത് സാധിക്കില്ല. അതിന് തതുല്യമായിട്ടുള്ള പൈസ മാത്രമേ അവർ തരുള്ളൂ. പൈസ തരുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ഇപ്പോൾ വൈകുന്നേരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന യൂണിറ്റിന് ഒരു 8 രൂപ 9 രൂപയ്ക്കാണ് റേറ്റ് വന്നിരുന്നെങ്കിൽ ഇനി തൊട്ട് തരുന്ന പൈസ എന്ന് പറയുന്നത് ഒരു 2 രൂപ 3 രൂപ എന്ന് പറയുന്ന തുച്ഛമായിട്ടുള്ള പൈസ ആയിരിക്കും. അപ്പോൾ എങ്ങനെ സാധാരണക്കാരൻ ഇത് ബാധിക്കാം? സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു വീട്ടിൽ ഒരു 5 കിലോവാട്ട് ചെയ്തു, ഒരു 10,000 രൂപ കറണ്ട് ബില്ല് ലാഭിച്ചു. ഇനി തൊട്ട് അത് ചെയ്തുകൊണ്ട് നോർമൽ ഓൺ ഗ്രിഡ് ചെയ്തുകൊണ്ട് 5 കിലോവാട്ടിന് ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തുകൊണ്ട് ലാഭിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തായിരിക്കും സൊല്യൂഷൻ? അവർ 5 കിലോവാട്ടുകാരനാണെങ്കിൽ 2-3 ബാറ്ററിയൊക്കെ വെച്ചിട്ട് 2-3 ബാറ്ററി എന്ന് പറഞ്ഞാൽ 2 ലിഥിയം അയൺ ബാറ്ററി അല്ലെങ്കിൽ ഒരു 30% വരുന്ന ലെഡ് ആസിഡ് ബാറ്ററി വെച്ചുകൊണ്ട് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 5 കിലോവാട്ടിൻ്റെ സിസ്റ്റം ചെയ്യാൻ ഒരു 3 ലക്ഷം തൊട്ട് 3.5 ലക്ഷം രൂപ വരെയാണ് ചിലവ് വന്നിരുന്നെങ്കിൽ ഇനി തൊട്ട് അത് ഒരു 5.5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ ചിലവാക്കേണ്ടി വരും. നമ്മളൊരു സോളാർ ഉപയോഗിക്കുന്ന ഉപഭോക്താവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ജൂൺ 30 വരെ നമ്മൾ ഈ താഴെ കൊടുക്കുന്ന മെയിൽ ഐഡിയിലേക്ക് നമ്മുടെ പ്രതികരണം നമ്മൾ അറിയിക്കുകയാണെങ്കിൽ, അതായത് ഈ നിയമം വേണോ, ഈ നിയമം വേണ്ടേ, അല്ലെങ്കിൽ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് നമ്മൾ എഴുതി അറിയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും.